ദിവസങ്ങൾക്ക് മുൻപാണ് ഇസ്രായേലിലും ഈജിപ്തിലും ഒരു പൂച്ച വാർത്തകളിൽ നിറയുന്നു. കരേക്കാൾ എന്നറിയപ്പെടുന്ന ഒരു കാട്ടുപൂച്ച ഇസ്രായേൽ സൈനിക താവളത്തിൽ കയറി വലിയ നാശമുണ്ടാക്കുന്നു. നിരവധി സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. ഈ കൗതുക വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഇസ്രായേൽ ഗസയിൽ ആക്രമണം പുനരാരംഭിച്ച സമയം കൂടിയായതിനാൽ വാർത്ത അന്താരാഷ്ട്ര തലത്തിലും വലിയ ചർച്ചയായി. ദക്ഷിണ ഇസ്രായേലിലെ നെഗേവിലുള്ള IDF സൈനിക താവളത്തിലാണ് കൗതുകമുണർത്തുന്ന സംഭവം നടന്നത്. അതിർത്തി കടന്നെത്തിയ കാരേക്കാൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈജിപ്ഷ്യൻ കാട്ടുപൂച്ചയാണ് സംഭവത്തിലെ വില്ലൻ. താവളത്തിൽ കടന്നു കയറിയ പൂച്ച ഒരു സൈനികയെയാണ് ആദ്യം ആക്രമിക്കുന്നത്. ഉദ്യോഗസ്ഥയുടെ കാലിലാണ് പൂച്ച കടിച്ചത്. പിന്നാലെ സ്ഥലം കാലിയാക്കി. അപ്രതീക്ഷിത സംഭവം IDF താവളത്തിൽ വലിയ ചർച്ചയാകുകയും ചുറ്റും പൂച്ചയ്ക്കായി തിരച്ചിൽ നടത്തുകയും ചെയ്തു. എന്നാൽ എവിടെയും അതിനെ കണ്ടെത്താനായില്ല. മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും താവളത്തിൽ കരേക്കാളിന്റെ ആക്രമണം. മറ്റൊരു സൈനികനെയും പൂച്ച ആക്രമിച്ചു. വീണ്ടും തിരച്ചിൽ നടത്തിയെങ്കിലും അപ്പോഴേക്കും കാരേക്കാൾ എവിടെയോ ഓടിമറഞ്ഞിരുന്നു. മൂന്നാം ദിവസവും പൂച്ച താവളത്തിലെത്തി. അന്ന് സൈനികരുടെ ട്രെയിനിങ് സെഷനിടെയായിരുന്നു ആക്രമണം. 3 ഇസ്രായേൽ സൈനികർക്ക് കാരേക്കാളിന്റെ കടിയേറ്റു. മൊത്തത്തിൽ 5 സൈനികർക്കാണ് പൂച്ചയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇവർക്ക് പേവിഷബാധയേറ്റെന്ന പരിഭ്രാന്തി പടർന്നു. സൈനിക ക്യാമ്പിൽ ആശങ്കയുടെ മണിക്കൂറുകൾ. എല്ലാവരെയും ബീർഷെബിയിലുള്ള സൊറോഗ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരുന്നത്. പേവിഷബാധ നാഡീവ്യവസ്ഥയെ ബാധിച്ച് മരണം വരെ സംഭവിക്കാവുന്ന മാരക വൈറൽ രോഗമാണ്. അതിനാൽ ആശങ്ക അകറ്റാൻ സൈനികരെ പലവിധ പരിശോധനകൾക്ക് വിധേയരാക്കി. സൈനിക ക്യാമ്പിൽ കാരേക്കാൾ ആക്രമണം തുടർക്കഥയായതോടെ വിഷയം ദേശീയ തലത്തിലും ചർച്ചയായി. അതീവ ഗൗരവത്തോടെയാണ് സംഭവത്തെ ഇസ്രായേൽ സൈന്യം എടുത്തത്. കാട്ടുപൂച്ചയുടെ ആക്രമണത്തിൽ ഔദ്യോഗിക അന്വേഷണം പ്രഖ്യാപിച്ചു IDF. മറ്റൊരു ഭാഗത്ത് പൂച്ചയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കി. ഒടുവിൽ ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന് നെഗാവ് മരുഭൂമിയിലെ ജബൽ ഹാരിഫിൽ നിന്ന് ആക്രമണം നടത്തിയതെന്ന് സംശയിക്കുന്ന ഒരു പെൺ കാരേക്കാളിനെ നേച്ചർ ആൻഡ് പാർക്സ് അതോറിറ്റിയുടെ അധികൃതർ പിടിയിലാക്കി. പൂച്ചയെ കൂടുതൽ പരിശോധനയ്ക്കായി മൃഗാശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിനിടെ പൂച്ചയ്ക്ക് പിന്നിൽ ശത്രുക്കളുടെ കരങ്ങളുണ്ടോ എന്നുള്ള അന്വേഷണവും ഇസ്രായേൽ നടത്തുന്നുണ്ട്. ഏതായാലും ഇസ്രായേൽ സൈനിക ക്യാമ്പിലെ കാട്ടുപൂച്ച ആക്രമണം സോഷ്യൽ മീഡിയയിലും വൈറലായിരിക്കുകയാണ്. അൽഫഷ്കുൽ മസ്രി എന്ന അറബി ഹാഷ്ടാഗിലും ഈജിപ്ഷ്യൻ ലിനക്സ് എന്ന ഇംഗ്ലീഷ് ഹാഷ്ടാഗിലും സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിരിക്കുകയാണ് ഈ വാർത്ത. മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുമെങ്കിലും മനുഷ്യർക്ക് അത്ര വലിയ ഭീഷണിയല്ല കാരേക്കാളുകൾ എന്നാണ് ചിലർ വാർത്തകൾ പങ്കുവെച്ചുകൊണ്ട് പറയുന്നത്. ഈജിപ്ഷ്യൻ മിത്തോളജിയിലെ കാട്ടുപൂച്ചയെയും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പാമ്പ് ഉൾപ്പെടെയുള്ള അപകടകാരികളായ ജീവികളിൽ നിന്ന് രക്ഷ നൽകുന്ന മാഫ്ദത്ത് ദേവതയുടെ വലങ്കയായിരുന്നു കാട്ടുപൂച്ചകളെന്നാണ് പുരാവൃത്തം. ഗസയിലെ ഇസ്രായേൽ അതിക്രമങ്ങളുമായി ചേർത്തുവെച്ച് കാരേക്കാളിന്റെ ആക്രമണത്തെ വിലയിരുത്തുന്നവരുമുണ്ട്. ജൂതവിരുദ്ധ പൂച്ചയാണെന്നും ഹമാസ് അയച്ച പോരാളിയാണെന്നും പരിഹസിക്കുന്നവരുമുണ്ട്. അപകടകാരികളാണ് കാരേക്കാൾ കാട്ടുപൂച്ചകൾ. ശരീരം കൊണ്ടും വന്യത കൊണ്ടും നമ്മുടെ നാട്ടിലെ സാധാരണ പൂച്ചകളെ പോലെയല്ല അത്. കൂർത്ത ചെവികൾ, നീണ്ട കാലുകൾ, കടുവയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ശരീരം. കാട്ടിലെ വേട്ടയ്ക്ക് പേരുകേട്ട മൃഗം കൂടിയാണ് കാരേക്കാൾ. ആഫ്രിക്ക, പശ്ചിമേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അവ കൂടുതലായും കാണപ്പെടുന്നത്. ഇന്ത്യയിലും കാരേക്കാളിന്റെ സാന്നിധ്യമുണ്ട്. ചെറിയ സസ്തനികളും ഉരകവർഗത്തിൽപ്പെട്ട ജീവികളുമാണ് പ്രധാന ആഹാരം. തറനിരപ്പിൽ നിന്ന് 12 അടിയോളം ഉയരത്തിൽ ചാടി പക്ഷികളെ പിടിച്ചു കഴിക്കാനും ഇവയ്ക്ക് കഴിയുമെന്നാണ് വിവരം.